ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്ത് കാലാകാലങ്ങളിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, അങ്ങനെ കുറേയേറെ കമ്മീഷനുകൾ നമ്മുടെ ജനങ്ങളുടെ നികുതി പണത്തിൽ ചെല്ലും ചെലവും കൊടുത്ത് ഓഫീസും സ്റ്റേറ്റ് കാറും കൊടുത്ത് നാം നിയമിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ വനിതാ കമ്മീഷൻ രൂപീകൃതമായതിനു ശേഷം ഒരു വനിതാ കമ്മീഷൻ്റെതായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന രീതിയിലുള്ള അധ്യക്ഷ ഒരു പ്രാവശ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു. കാരണം വനിതാ കമ്മീഷനിൽ വരുന്ന എല്ലാവരും പാർലമെന്റ് ഇലക്ഷനോ നിയമസഭാ ഇലക്ഷനോ മത്സരിച്ച് അല്ലെങ്കിൽ സീറ്റ് കിട്ടാതിരുന്നവർ, MP ആവാതിരുന്നവർ, MLA ആവാതിരുന്നവർക്ക് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പോസ്റ്റായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ പാർട്ടിക്ക് സ്വന്തമായി കോടതിയും പോലീസും ഉണ്ട് എന്നൊക്കെ പറയേണ്ടി വന്നത്. ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാക്കേണ്ടത് ഒരു ജില്ലാ ജഡ്ജിയെ തന്നെയാണ്. അതല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയെ ആയിരിക്കണമായിരുന്നു. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് കാലാകാലങ്ങളിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവർക്കിഷ്ടമുള്ള ഒരാളിനെ വനിതാ കമ്മീഷൻ ചെയർമാനായിട്ടും അധ്യക്ഷയായിട്ടും ഒപ്പം 2 രാഷ്ട്രീയ വ്യക്തികളെ അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളാക്കിയും വെക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരിക്കുന്നവരുടെ ഇംഗിതത്തിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആ വനിതാ കമ്മീഷന്റെ പ്രവർത്തനം ശരിയായ രീതിയിലല്ലാത്തത് കൊണ്ടാണ് നടി ആക്രമിച്ച കേസിലും ഇപ്പോൾ നടക്കുന്ന മലയാള സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലും കാര്യമായ രീതിയിൽ അവർക്ക് സഹകരിക്കാനും പങ്കെടുക്കുവാനും സാധിക്കാത്തത്. അതുതന്നെയാണ് ബാലാവകാശ കമ്മീഷനിൽ സംഭവിക്കുന്നത്. സാധാരണക്കാരൻ്റെ മക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബാലാവകാശ കമ്മീഷൻ സാധിക്കുന്നില്ല. രാഷ്ട്രീയക്കാരുടെ മക്കൾ ബിസ്ക്കറ്റ് കഴിച്ചോ പാല് കുടിച്ചോ എന്ന് നോക്കി നടക്കുന്ന തരംതാണ രാഷ്ട്രീയക്കാരൻ്റെ അവധിയിലേക്ക് ആ പ്രസ്ഥാനത്തെയും മാറ്റിയെടുത്തു നമ്മുടെ രാഷ്ട്രീയക്കാർ. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഇത്തരം കമ്മീഷനുകളിലെല്ലാം തന്നെ അതിന് തക്കതായ രീതിയിലുള്ള ബുദ്ധിയും ധൈര്യവും ഒപ്പം നിയമപരിജ്ഞാനമുള്ളവരെ വേണം നിയമിക്കുവാൻ. അത്തരമൊരു ചർച്ച നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനായി നമുക്കെല്ലാവർക്കും ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിടാം. നമസ്കാരം.